ഇനി പൊതുസമ്മേളനമാണ്. ഒപ്പം തന്നെ റെഡ് വോളണ്ടിയർ മാർച്ച് ഒരുപക്ഷെ എല്ലാവരും കാണാൻ പാർട്ടി സഖാക്കളെ സംബന്ധിച്ചിടത്തോളം, കേഡർമാരെ സംബന്ധിച്ചിടത്തോളം റെഡ് വോളണ്ടിയർ മാർച്ചാണ് കാണാനും അല്ലെങ്കിൽ പങ്കെടുക്കാനും ഒക്കെ ഏറ്റവും കൂടുതൽ കൗതുകം നിറഞ്ഞ ഒന്നെന്ന് പറയുന്നത്. അത് അല്പസമയത്തിനകം തന്നെ QSC മൈതാനത്ത് ആരംഭിക്കുമെന്നുള്ള വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ അത് തുടങ്ങുകയും ചെയ്യും. എന്തായാലും CPM ഒരു പുതുവഴിയിലേക്ക് സഞ്ചരിക്കുകയാണ്. നമ്മൾ മുൻപ് കണ്ടിട്ടില്ല, DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, പ്രസിഡന്റ് ഉണ്ട് പുതിയ കമ്മിറ്റിയിൽ. ഒരു യുവ നേതൃത്വത്തെ അണിനിരത്തിക്കൊണ്ടാണ് പുതിയ ആളുകൾ എത്തുന്നത്. അപ്പോൾ അതേസമയം തന്നെ നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന കാര്യം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ? EP ജയരാജന്റെയും TP രാമകൃഷ്ണന്റെയും കാര്യത്തിലൊക്കെ നോക്കിയിരുന്നു. പക്ഷേ അത്തരത്തിൽ അവർക്ക് പാർട്ടി പ്രായാധിക്യത്തിന് ഒരു ഇളവ് നൽകിയിട്ടുണ്ടായിരുന്നു. 75 തികയാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഇളവുണ്ട്. ആ ഇളവ് തന്നെ തുടരുകയും ചെയ്യുന്നു. അതേസമയം PK ശ്രീമതി മാറുന്നു, പകരം KK ശൈലജ വരുന്നു. ഒപ്പം തന്നെ 5 ജില്ലാ സെക്രട്ടറിമാർ, പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 5 ജില്ലാ സെക്രട്ടറിമാർ, അവരും K റഫീഖും ഉൾപ്പെടെയുള്ള ആളുകൾ യുവനിരയാണ്. അവരും ഒക്കെ ഇതിനകത്ത് ഇടം പിടിക്കുകയാണ്. K റഫീഖ് ഉണ്ട്, മെഹബൂബ് ഉണ്ട്, ഒപ്പം തന്നെ മലപ്പുറത്ത് നിന്നും അനിൽ, VP അനിൽ, ഒപ്പം അബ്ദുൽ ഖാദർ, അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെയും സംസ്ഥാന സമിതിയിലേക്ക് ഇടം പിടിച്ചു എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പം തന്നെ മന്ത്രി ആർ ബിന്ദു, ഒപ്പം തന്നെ ശാന്തകുമാരി, പാലക്കാട്ട് നിന്നുള്ള ശാന്തകുമാരി എന്നിവരാണ് വനിതകൾ സംസ്ഥാന സമിതിയിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നത് KK ശൈലജയാണ്. PK ശ്രീമതി മാറുന്നു, പകരം KK ശൈലജ എത്തുന്നു. ഒപ്പം MV ജയരാജൻ എത്തുന്നുണ്ട്. എറണാകുളത്തെ ജില്ലാ സെക്രട്ടേറിയറ്റുള്ള CN മോഹനൻ എന്നിവരാണ് ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. CPM സംസ്ഥാന സമ്മേളനത്തോട് അനുബന്ധിച്ചുള്ള റെഡ് വോളണ്ടിയർ മാർച്ചിനുള്ള ക്രമീകരണം തുടങ്ങിയിട്ടുണ്ട്. QSC മൈതാനിയിലാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്നുമാണ് മാർച്ച് തുടങ്ങുക. കണ്ണൻ നായർ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കണ്ണൻ, അവിടെ റെഡ് വോളണ്ടിയർ മാർച്ചിന് സർവ്വസജ്ജമായിട്ടുണ്ടോ? കമാൻഡർമാരൊക്കെ, വോളണ്ടിയേഴ്സ് ഒക്കെ അണിനിരന്നോ? റെഡ് വോളണ്ടിയർ മാർച്ചിന് ഇപ്പോൾ ഇവിടെ തുടക്കമായിരിക്കുന്നു. ഇപ്പോൾ QSC മൈതാനത്ത് നിന്ന് 13 ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള റെഡ് വോളണ്ടിയർമാരാണ് മാർച്ചിൽ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് 5 ഏരിയ കമ്മിറ്റി കീഴിലുള്ള റെഡ് വോളണ്ടിയർമാർ പങ്കെടുക്കും. ഈ റെഡ് വോളണ്ടിയർമാർ മാർച്ച് പോകുന്നതിന് തൊട്ടു പിന്നാലെ പൊതുസമ്മേളന പ്രതിനിധികൾ ജാഥയായി അവിടേക്ക് പോകും. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ ഈ ടൗൺ ഹാളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നതും മഹിളാ അസോസിയേഷൻ്റെ ജില്ലയിലെ നേതാക്കന്മാരും പ്രവർത്തകരും ചേർന്ന് ഈ സംസ്ഥാന സമ്മേളനത്തിൻ്റെ സമാപനത്തിൻ്റെ നാന്ദി കുറിക്കുന്ന ആ വേദിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. ആദ്യം റെഡ് വോളണ്ടിയർമാർ പോകും. അതിന് തൊട്ടു പിന്നാലെ ഈ ബാനർ പിടിച്ച ഈ മഹിളാ അസോസിയേഷൻ നേതാക്കന്മാർ മുന്നോട്ട് പോകും. തൊട്ടു പിന്നാലെയായിരിക്കും സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ സംസ്ഥാന സെക്രട്ടറി അംഗങ്ങളൊക്കെ തന്നെ അണിനിരന്ന് മുന്നോട്ട് പോവുക. അതിനുശേഷം ഹൈസ്കൂൾ ജംഗ്ഷനിൽ എത്തുമ്പോഴേക്കും ഈ KSRTC മൈതാനത്തിന് സമീപം എത്തുമ്പോഴേക്കും അതിലേക്ക് മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും തുറന്ന ജീപ്പിൽ കയറും എന്നാണ് ഇപ്പോഴത്തെ നിലവിലെ കാര്യമനുസരിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഏതാണ്ട് 5 മണിയോടുകൂടി ഈ നേതാക്കന്മാരെല്ലാം തന്നെ ആശ്രമം മൈതാനത്തേക്ക് എത്തും. അവിടെയാണ് സമാപന സമ്മേളനം, പൊതുസമ്മേളനം നടക്കുന്നത്. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് ഒരു ജനങ്ങളുടെ ഒഴുക്കാണ്. കൊല്ലം നഗരം എന്ന് പറയുന്ന, ദേശിംഗനാട് എന്ന് പറയുന്ന ഈ നാട് ഇപ്പോൾ ഈ നഗരം ഒരു ചുവന്ന നഗരമായി മാറിയിരിക്കുന്നു. ചുവന്ന കുടികളാൽ, ചുവന്ന തോരണങ്ങളാൽ അലങ്കൃതമായി ഇപ്പോൾ ചെങ്കടലായി മാറിയിരിക്കുന്ന ഒരവസ്ഥയാണ്. റെഡ് വോളണ്ടിയർമാരുടെ മാർച്ച് തുടങ്ങിയതോടുകൂടി അതിൻ്റെ ശോഭ കൂടുതൽ കൂടുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ 2 സ്ഥലങ്ങളിൽ നിന്നുള്ള മാർച്ച് ആരംഭിച്ചിരിക്കുന്നു. ഈ മാർച്ചുകളൊക്കെ തന്നെ ഈ സമ്മേളന വേദിയിലേക്ക് എത്തേണ്ടതുണ്ട്. 25,000 കേഡർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മാർച്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. 2 ലക്ഷം ജനങ്ങൾ കൊല്ലത്തേക്ക് ഇന്ന് സമാപന സമ്മേളനത്തിൻ്റെ പൊതുസമ്മേളന വേദിയിലേക്ക് എത്തുമെന്നാണ് പാർട്ടി കണക്കുകൂട്ടുന്നത്. അവരെയൊക്കെ തന്നെ ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെ നേരത്തെ തയ്യാറാക്കിയിരുന്നു. പോലീസിൻ്റെ 700 പോലീസുകാർ വിവിധ DYSPമാരുടെയും ACPമാരുടെയും സിറ്റി പോലീസ് കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ഏതാണ്ട് 700 പോലീസുകാരാണ് സുരക്ഷയ്ക്കായും എത്തിയിരിക്കുന്നത്. അവരൊക്കെ തന്നെ ഇപ്പോൾ അവരുടെ ക്രമീകരണങ്ങളിലേക്ക് പോയിരിക്കുന്നു. അപ്പം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ പ്രവർത്തകരും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ പ്രവർത്തകരുമൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി ഇനി പൊതുസമ്മേളനത്തിൻ്റെ ചടങ്ങുകളിലേക്കാണ് പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. മഹിളാ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി അടക്കമുള്ള ആൾക്കാർ. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം നമുക്ക് റെഡ് വോളണ്ടിയേഴ്സിനെ കാണണം അല്ലേ? ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അല്പസമയത്തിനകം ലഭ്യമാക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും റെഡ് വോളണ്ടിയർ മാർച്ച് അത് കൊല്ലത്ത് തുടങ്ങിയിരിക്കുന്നു. 3 പതിറ്റാണ്ടിന് ഇപ്പുറത്തേക്കാണ് CPM സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ഇന്നിപ്പോൾ തുടങ്ങി. അവിടെ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.